ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം CPM എന്ന പ്രസ്ഥാനം ഉൾപാർട്ടി പോരിലും കലാപങ്ങളിലും പെട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു ദിവസം വൈകിയതിനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് നോക്കി തർക്കമെന്ന് മുദ്രകുത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദ്യം ചെയ്തത്. CPMന് ഒത്താശ പാടുന്ന മാധ്യമങ്ങളോട് അന്തസ്സുള്ളൊരു കോൺഗ്രസുകാരൻ കാണിക്കേണ്ട ആർജവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ മൈക്കുകൾ തട്ടിമാറ്റാതിരിക്കാൻ ഒരു ജനകീയ നേതാവിനാവില്ല. ഇന്നിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവത്തെ അടിവരയിടുന്നതാണ്. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ നടന്ന നിർണായക ചർച്ചകൾക്കൊടുവിൽ K സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കാൻ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നു. പ്രവർത്തകരുടെ വികാരം മാനിച്ചും ജനപിന്തുണ കണക്കിലെടുത്തും K സുധാകരൻ തന്നെ പോർക്കളത്തിലിറങ്ങുമ്പോൾ അത് UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. CPMലെ അവസ്ഥ ഇതിൽ നിന്നും എത്രയോ വിഭിന്നമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇത്തവണ മത്സരരംഗത്തിറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ആ സീറ്റ് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക് എത്തിച്ചേർന്നു. ഈ കുടുംബവാഴ്ചയ്ക്കും ഏകാധിപത്യത്തിനുമെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തിറങ്ങുകയും പാർട്ടി വിട്ടു പോകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. യഥാർത്ഥത്തിൽ തർക്കവും പൊട്ടിത്തെറിയും നടക്കുന്നത് എവിടെയാണെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. CPMൽ അധികാരം ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് ഓരോ പേരും കൃത്യമായി ചർച്ച ചെയ്ത് അണികളുടെ വികാരം കൂടി പരിഗണിക്കാനാണ്. CPMനുള്ളിലെ ഈ കലാപ സമാനമായ അന്തരീക്ഷത്തെ മാധ്യമങ്ങൾ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ സ്വാഭാവികമായ ചർച്ചകളെ ഭിന്നതയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ കാണാതെ പോകുന്നത് CPMൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ പടിയിറങ്ങുന്നതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ എടുത്ത 24 മണിക്കൂർ അധിക സമയം പാർട്ടിക്കുള്ളിലെ വലിയ തർക്കങ്ങളെയും പൊട്ടിത്തെറികളെയും ഒഴിവാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനുള്ള ഈ കരുതലാണ് കോൺഗ്രസിന്റെ കരുത്ത് എന്ന് പറയുന്നത്. K സുധാകരനെ പോലെയുള്ള പടനായകർ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ വലിയ ആവേശം വിതറുന്നു. CPMന്റെ അഴിമതി ഭരണത്തിനും സ്വജനപക്ഷപാതത്തിനും എതിരെയുള്ള ജനവിധി വരാനിരിക്കെ ജനകീയരായ നേതാക്കളെ അണിനിരത്തി കോൺഗ്രസ് മുന്നേറുകയാണ്. കുടുംബവാഴ്ചയുടെയും വെട്ടിനിരത്തലുകളുടെയും രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ അർഹമായ മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ CPM സ്വന്തം പാളയത്തിലെ തീയണക്കാൻ പാടുപെടുകയാണ്. VD സതീശന്റെ വാക്കുകൾ നമുക്ക് അതിനെപ്പറ്റിയുള്ളത് കേൾക്കാം. K സുധാകരന്റെ കാര്യത്തിലാണ് ഈ തർക്കം എന്നുള്ള നിലയിലാണ്. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ തന്നെ അതിന്റെ പരിഹാരം ചെയ്യും. നിങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്താ പറയണം? ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് എല്ലാ ദിവസവും പറയും. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളോട് എന്തിനു ചോദിക്കാം? അത് MP മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വം അല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നത് എത്ര പ്രാവശ്യം? അല്ല, കേക്ക്, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. അല്ലല്ല, അതൊക്കെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനം. അത് അവരാ എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. UDFന് എന്താണ് കണ്ണൂരിലെ കാര്യത്തിൽ? ഇത് MP മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെ? ഞാൻ അല്ല അങ്ങനെ ചോദിക്കല്ലേ? VD സതീശനാണോ MP മാർ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആണോ? KPCC പ്രസിഡന്റ് ആണോ തീരുമാനിക്കുന്നത്? MP മാർ ഉന്നതരായ നേതാക്കളാണ്. അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ ഞാൻ അല്ല, നിങ്ങൾ എനിക്ക് ഒരു ചോദ്യവും അതിന് ഉത്തരം പറയാൻ പ്രാപ്തനായ ആളല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല. ദയവ് ചെയ്ത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അതിന് പ്രാപ്തനായ ആളല്ല. ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാലോ. നീ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. ഉറപ്പായിട്ടുണ്ടാവില്ലേ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ. മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ UDF വലിയ ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വൈകിയപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം കൊണ്ടല്ല വൈകിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. എന്നിട്ട് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയെന്ന്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേര്
കോൺഗ്രസിൽ തർക്കം, അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നു എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്? നിങ്ങളെല്ലാവരും അല്ല, കുറേ പേരെങ്കിലും അത് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ കലാപം നടക്കുന്നത് എവിടെയാണ്? ഒരു കാലത്തും നടക്കാത്ത കലാപം CPM നടക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് നിങ്ങളിൽ കുറച്ച് പേര് കോൺഗ്രസിന് എതിയാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഓരോ കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ആകാശത്ത് പടച്ചുണ്ടാക്കി 2-3 ചാനലുകൾ. കൈരളി നമുക്ക് മനസ്സിലാക്കുക CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്, അവർക്ക് അതേ പറ്റുള്ളൂ. അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളാകല്ലേ എല്ലാവരും അങ്ങനെ ആകല്ലേ? നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപസമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങളെടുത്തോ. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അതിൽ മുതിർന്ന ആളുകളിവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനമല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക. പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്തായിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നോ? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് VD സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ, KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളൊരു സമന്വയത്തിലെത്തും. അങ്ങനെയാണ്. അല്ലാതെ അയാളുടെ ഭാര്യ ഇവിടെ സ്ഥാനാർത്ഥി, ഇയാളുടെ മകനിവിടെ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുന്ന പാർട്ടിയല്ല. എന്നിട്ട് പോലും എത്ര ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യം എത്ര ഭംഗിയായിട്ട് നടക്കുന്നൊരു പാർട്ടിയാണ്. നിങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് നടക്കുന്ന ഏകാധിപത്യപരമായ സ്വഭാവത്തിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിന് എതിരായിട്ടുള്ള കലാപസമാനമായ അന്തരീക്ഷത്തെ നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF ആണ്. ടീം UDF